വചനോദയം. മാർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 9-ാം അധ്യായം 2 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ. 6 ദിവസം കഴിഞ്ഞ് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് യേശു ഒരു ഉയർന്ന മലയിലേക്ക് പോയി. അവൻ അവരുടെ മുമ്പിൽ വെച്ച് രൂപാന്തരപ്പെട്ടു. അവൻ്റെ വസ്ത്രങ്ങൾ ഭൂമിയിലെ ഏതൊരു അലക്കുകാരനും വെളുപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ വെണ്മയും തിളക്കവുമുള്ളവയായി. ഏലിയായും മോശയും പ്രത്യക്ഷപ്പെട്ട് യേശുവിനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ പത്രോസ് യേശുവിനോട് പറഞ്ഞു, ഗുരു, നാം ഇവിടെയായിരിക്കുന്നത് നല്ലതാണ്. ഞങ്ങൾ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായ്ക്ക്. എന്താണ് പറയേണ്ടതെന്ന് അവൻ അറിഞ്ഞുകൂടായിരുന്നു. അവർ അത്രയ്ക്ക് ഭയപ്പെട്ടിരുന്നു. അപ്പോൾ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. മേഘത്തിൽ നിന്ന് ഒരു സ്വരം പുറപ്പെട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. അവർ ചുറ്റും നോക്കി യേശുവിനെ അല്ലാതെ മറ്റാരെയും തങ്ങളോടുകൂടെ അവർ കണ്ടില്ല. വചന വിചിന്തനം. രൂപാന്തരീകരണം ദൈവിക വെളിപാടിൻ്റെ ഒരു നിമിഷമാണ്. യേശു പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ രൂപം മാറുന്നു. യേശുവിൻ്റെ വസ്ത്രങ്ങൾ മിന്നുന്ന തൂവെള്ളയായി മാറുന്നു. നിയമത്തെയും പ്രവാചകന്മാരെയും പ്രതിനിധീകരിച്ച് മോശയും ഏലിയായും പ്രത്യക്ഷപ്പെടുകയും യേശുവിനോട് സംസാരിക്കുകയും ചെയ്യുന്നു. ഈ സംഭവം പഴയ നിയമ പ്രവചനങ്ങളുടെ പൂർത്തീകരണത്തിലേക്കും പഴയതും പുതിയതുമായ ഉടമ്പടികൾ തമ്മിലുള്ള തുടർച്ചയിലേക്കും വിരൽ ചൂണ്ടുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ പ്രതിനിധീകരിക്കുന്ന മേഘത്തിൽ നിന്നും ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ശ്രവിക്കുവൻ എന്ന സ്വരത്തിലൂടെ ദൈവം യേശുവിൻ്റെ പുത്രസ്ഥാനം എടുത്തു കാണിക്കുകയും യേശുവിൻ്റെ പഠനങ്ങളിൽ ശ്രദ്ധിക്കുവാൻ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. രൂപാന്തരീകരണം യേശുവിൻ്റെ ദൈവികത വെളിപ്പെടുത്തുകയും ദൈവപുത്രൻ എന്ന അവൻ്റെ വ്യക്തിത്വത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ രക്ഷാപ്രവർത്തനത്തിൽ യേശുവിൻ്റെ പ്രാധാന്യവും പങ്കും അടിവരയിടുന്നു. ചുരുക്കത്തിൽ, ദൈവത്തിൻ്റെ വെളിപാടിൻ്റെ കേന്ദ്രബിന്ദു യേശുവാണ് എന്ന് രൂപാന്തരീകരണ സംഭവത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ പഴയ നിയമത്തിലെ പഠനങ്ങളും യേശുക്രിസ്തുവിലുള്ള പുതിയ ജീവിതം ഉൾക്കൊള്ളലിലേക്കും ഈ സംഭവം നമ്മെ ക്ഷണിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായുള്ള കൂട്ടായ്മയുടെ നിമിഷങ്ങളിൽ ആയിരിക്കാം ആ ദൈവസാന്നിധ്യം നമ്മെ രൂപാന്തരീകരണത്തിലേക്ക് നയിക്കട്ടെ.